അത് വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് പുതുക്കിയെടുക്കുക. ഇനി നമുക്ക് എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് പറയാൻ പറ്റില്ല. ഹായ് ഓൾ, എൻട്രിയുടെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് SSCയുടെ എക്സാംസ് ഒക്കെ വരാറായല്ലേ. നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ, അതായത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് SSCയിൽ. അതായത് നമ്മുടെ വെണ്ടർ ചേഞ്ചിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ചൊരു ടൈമും കൂടെ കൊടുക്കുക. അപ്പോൾ അത്രയും നിങ്ങളുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 6 മന്തിന് വാലിഡിറ്റി അല്ലെങ്കിൽ 1 ഇയർ വാലിഡിറ്റിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇന്നാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത്, അടുത്ത മാസം ഇത്രാം തീയതി വരെ, അതായത് ആ ഒരു ഫൈനൽ കട്ട് ഓഫ് ഉണ്ടാവുമല്ലോ, ആ ഒരു ആപ്ലിക്കേഷൻ ഫൈനൽ കട്ട് ഓഫിൻ്റെ ആ സമയത്തുള്ള സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളും ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് SSC എപ്പോഴും പറയുന്നത്. SSC മാത്രമല്ല, സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എല്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഇപ്പോൾ തന്നെ നിങ്ങൾ എടുത്ത് വയ്ക്കുക, ഒരു 1 ഇയർ വാലിഡിറ്റിയിൽ ഇപ്പോൾ തന്നെ എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ് ഞാനിവിടെ മെയിനായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് SSC എക്സാംസ് ഇപ്പം ഏതായിരുന്നാലും, CHSL ആയിക്കോട്ടെ, CGL, MTS, GD, ഏത് പരീക്ഷ ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇത് ഒരു 2 സ്റ്റെപ്പായിട്ടാണ് നമുക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആദ്യത്തെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ ആണ്. വൺ ടൈം രജിസ്ട്രേഷൻ നമ്മളിപ്പോൾ SSC എക്സാംസിന് എഴുതുന്ന കുട്ടികളുണ്ടെങ്കിൽ ആദ്യം നമ്മൾ OTR ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ OTR ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഫുൾ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് ഒരു രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് കിട്ടി, പാസ്വേഡ് കിട്ടി. ആ രജിസ്ട്രേഷൻ നമ്പർ പാസ്വേഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ വരുന്ന ഓരോ SSC പരീക്ഷകളും നമുക്ക് അതിനകത്ത് കയറി അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പം നമുക്ക് ഈ വൺ ടൈം രജിസ്ട്രേഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ആദ്യം നമ്മുടെ ആധാർ നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് ബാക്കി താഴോട്ട് നമുക്ക് ID കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടാവും. പക്ഷെ ആധാർ നമ്പർ നിങ്ങൾ എടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ബയോമെട്രിക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആധാർ വെരിഫിക്കേഷൻ എടുക്കുവാണെങ്കിൽ അത് കുറച്ചും കൂടെ ഈസി പ്രോസസ്സ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് ആധാർ നമ്പർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആധാർ കാർഡ് എടുത്ത് വെച്ചേക്കുക, അതിൻ്റെ നമ്പർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ID കാർഡ്. ഇപ്പോൾ ഐഡൻറ്റിഫിക്കേഷനിൽ ഏത് കാർഡ് വേണമെങ്കിലും, പാൻ കാർഡോ പാസ്പോർട്ടോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടേഴ്സ് ID അങ്ങനെ വരുന്ന ഏതൊരു ID കാർഡും അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ ഈ പറയുന്ന ID കാർഡിൻ്റെ നമ്പറും അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അതിനകത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് വേണം. അതായത് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് നമ്പറും അതുപോലെ ഇയർ ഓഫ് പാസിങ്ങും ഒക്കെ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കാം. ഇനി ഇമെയിൽ ID, ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഇന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു, SSC അപ്ലൈ ചെയ്തു, അടുത്ത് ഇതിൻ്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഒരു കോൾ ലെറ്ററൊക്കെ വരുന്ന സമയത്ത് ഇമെയിൽ IDയിലായിരിക്കും അവർ ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ ഒരു നമ്മൾ കൊടുത്തേക്കുന്ന മൊബൈൽ നമ്പർ ആയിരിക്കും ഇൻഫോം ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന ഇമെയിൽ ID നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID ഉണ്ടായിരിക്കുക. ഇത് നമ്മൾ ആ ഒരു എക്സാം പ്രോസസ്സ് കഴിയുന്നത് വരെയും നമുക്ക് എന്ത് വേണം, ഈ ഒരു ഇമെയിൽ IDയിൽ ആക്സസ് ഉണ്ടായിരിക്കണം. ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കുറിച്ച് വെച്ചിരിക്കുക. കൂടാതെ മൊബൈൽ നമ്പറും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് നമ്മുടെ ആ ഒരു എക്സാം പ്രോസസ്സ് കംപ്ലീറ്റ് നമ്മൾ ഈ 2 കാര്യങ്ങളിലൂടെയാണ് അവർ നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID ഉണ്ടായിരിക്കുക, വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് PWBD സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ സ്ക്രൈബിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പം 40% മേലെ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ സർട്ടിഫിക്കറ്റ്, അതൊക്കെ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുക. അതൊക്കെ ഇത്ര വർഷത്തെ എത്ര വാലിഡിറ്റി നോക്കിയിട്ട് ആ വാലിഡിറ്റി അനുസരിച്ച് നിങ്ങൾ എടുത്തു വെച്ചേക്കുക. കാരണം ആ കട്ട് ഓഫ് ഡേറ്റിനുള്ളിൽ വെച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പറയും, നമ്മുടെ ആപ്ലിക്കേഷനിൽ പറയും. അപ്പം അതുകൊണ്ട് PWBD സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അത് എടുത്ത് വെച്ചേക്കുക. ഇനി വാലിഡിറ്റി കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ റിന്യൂ ചെയ്തൊക്കെ ഒന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇത് നമ്മൾ എക്സാം ടൈമിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു റഷും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ PWBD സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൊടുത്ത് ബാക്കി അഡീഷണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് രജിസ്ട്രേഷൻ നമ്പറും അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഓൺ ആവും. ഇനി രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നതാണ് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. ഇപ്പോൾ CGL വിളിച്ചു,
അപ്പോൾ നിങ്ങൾ OTR ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ആൻഡ് പാസ്വേഡ് കൊടുത്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പിലേക്ക് പോവാം. ആ ഫോം ഫില്ലപ്പ് പോകുന്ന സമയത്ത് അതിനകത്ത് ഇപ്പോൾ CGയിലാണ് വിളിച്ചത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് വേണം. ഇനി CHSL ആണ് വിളിച്ചത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് വേണം. ഇനി MTS ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് നമ്മളെ OTR സമയത്ത് കൊടുത്തത് തന്നെയാണ്. അപ്പോൾ അത് തന്നെയായിരിക്കും അവിടെ മതിയാവുക. ഓക്കെ, അപ്പോൾ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കുക, ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കുക. അതിനകത്തുള്ള പാസിംഗ് ഡേറ്റ്, ഇഷ്യൂയിങ് ഡേറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് എക്സ് സർവീസ്മെൻ സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പോൾ എക്സ് സർവീസ്മെൻ കോട്ടയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിലും ചെറിയൊരു മൈനർ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ DV സമയത്ത് ആ ഒരു റിജക്ഷൻ ലിസ്റ്റിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഏറെയാണ്. നെക്സ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. ഇതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ SC ST സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, പിന്നെ EBC സർട്ടിഫിക്കറ്റ്, OBC സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒത്തിരി സർട്ടിഫിക്കറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ പറയുന്ന 1 ഇയർ വാലിഡിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാലിഡിറ്റി ചെക്ക് ചെയ്യുക. അത് വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് പുതുക്കിയെടുക്കുക. ഇനി നമുക്ക് എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കത് ധൃതി കൂട്ടി അല്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര വെപ്രാളമായിരിക്കില്ലേ, നമുക്കത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു വെപ്രാളമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ ഇപ്പോഴേ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഒരു 1 ഇയർ വാലിഡിറ്റിയിൽ വരുന്ന രീതിക്ക് നിങ്ങളത് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫോട്ടോഗ്രാഫാണ്. ഫോട്ടോഗ്രാഫ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പണ്ട് നമ്മൾ CGL എക്സാമിനും CHSL എക്സാമിനും ഒക്കെ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സ്കാനിങ് ഒന്നുമല്ല, ലൈവ് ഫോട്ടോ ക്യാപ്ചറാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫോർ അപ്ലൈയിങ് ദി കാൻഡിഡേറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു ഹാവ് എ പ്രീ എക്സിസ്റ്റിംഗ് ഫോട്ടോഗ്രാഫ് നമുക്ക് വേണ്ട. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് നമുക്ക് ആ പറയുന്ന ക്യാപ്ചർ ചെയ്യേണ്ട കുറേ ഒരു കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലൈവ് ഫോട്ടോയാണ്, നമ്മുടെ മൊബൈൽ യൂസ് ചെയ്ത് നമുക്കത് ക്യാപ്ചർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ലാപ്പിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വെബ് ക്യാമൊക്കെ യൂസ് ചെയ്തിട്ട് ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ക്യാപ്ചർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം എന്താണ്? ഫൈൻഡ് എ പ്ലേസ് വിത്ത് ഗുഡ് ലൈറ്റ് ആൻഡ് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, നല്ല ലൈറ്റ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പൊസിഷൻ, എൻഷ്യൂർ ദ ക്യാമറ ഈസ് അറ്റ് ഐ ലെവലിലായിരിക്കും നമ്മുടെ ക്യാമറ വരേണ്ടത്. പിന്നെ എന്താണ്? നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പൊസിഷൻ ചെയ്യുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ നമുക്ക് എന്താണ്, ഈ ലൈവ് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ഒരു റെക്റ്റാങ്കുലർ ഏരിയ ഉണ്ടായിരിക്കും. ആ റെക്റ്റാങ്കുലർ ഏരിയക്കകത്ത് കറക്റ്റ് ഫിറ്റ് ചെയ്യുന്ന രീതിക്ക് വേണം നമ്മൾ ആ ഒരു ഇരിക്കേണ്ടത്, അതെല്ലാം സെറ്റ് ചെയ്യേണ്ടത്. തീരെ ദൂരെ ആവാൻ പാടില്ല, തീരെ അടുത്തും ആവാൻ പാടില്ല എന്നുള്ള രീതിക്ക് വേണം നമ്മളത് സെറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് ഇതിനകത്ത് പിന്നെ പറയുന്നത് വെച്ചാൽ ക്യാപ്പ്, മാസ്ക്, അതുപോലെ ഗ്ലാസസ്, ഈ കാര്യങ്ങളൊന്നും നമ്മൾ വിയർ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു തട്ടം ഒക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല, അതൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ഫോട്ടോ എടുക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ഗ്ലാസസ് ഒക്കെ നമ്മളത് മാറ്റണം, അല്ലെങ്കിൽ ഗ്ലെയർ ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഫോട്ടോ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം അതൊന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങളത് നോക്കുക. കാരണം ബയോമെട്രിക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈവായിട്ട് എടുത്ത ഫോട്ടോ അവർ വെരിഫിക്കേഷനിൽ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇതാണ് നമ്മുടെ ഫോട്ടോ ബേസിൽ വരുന്നത്. ഇനി നിങ്ങൾക്ക് ലൈവ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു QR കോഡ് ഉണ്ടായിരിക്കും. ആ QR കോഡ് സ്കാൻ ചെയ്ത് അത് നമ്മുടെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ആ ആപ്ലിക്കേഷൻ അകത്ത് കയറി നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു കാര്യവും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ 2 ഓപ്ഷൻസ് മാത്രമേ ഫോട്ടോയുടെ കാര്യത്തിലുള്ളൂ. അപ്പോൾ നമുക്ക് നേരത്തെ പ്രീ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് നമുക്ക് സിഗ്നേച്ചറാണ്. സിഗ്നേച്ചർ വരുന്ന സമയത്ത് അത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഇട്ട് കൊടുക്കുന്ന സംഭവം. അപ്പം ഒരു പേപ്പർ, വൈറ്റ് പേപ്പറിനകത്ത് ബ്ലാക്ക് ഇങ്കോ ബ്ലൂ ഇങ്കോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സിഗ്നേച്ചർ ഇടാം. സിഗ്നേച്ചർ ഇടുന്ന സമയത്ത് അത് JPG ഫോർമാറ്റിലോട്ട് മാറ്റണം. അത് 10 to 20 KB ആണ് അവിടുത്തെ ഫയൽ സൈസ് വരുന്നത്. അതുകൂടാതെ അതിൻ്റെ വിഡ്ത്തും അതുപോലെ ഹൈറ്റും പറയുന്നുണ്ട്. 6 cm വിഡ്ത്തും 2 cm ഹൈറ്റിലായിരിക്കണം ആ ഇമേജ് ഡയമെൻഷൻ വരേണ്ടത്. അതുകൂടാതെ നമുക്ക് ബ്ലർ ആയിട്ടുള്ളതോ മിനിയേച്ചർ സിഗ്നേച്ചർ ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതാണ് നമ്മുടെ സിഗ്നേച്ചർ. അപ്പം ഫോട്ടോയും സിഗ്നേച്ചറും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കയ്യിൽ വേണമെന്നുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ SSC എക്സാംസ് ആണ്. നമുക്കിപ്പോൾ എന്തായാലും ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റൻസീവ് കോച്ചിങ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 4 ലെവലിലുള്ളൊരു ഒരു ഇൻറ്റൻസീവ് കോച്ചിങ് പ്രോഗ്രാം ഉണ്ട്. അതായത് ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ഫുള്ളി നമ്മുടെ സിലബസ് കവറേജും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ വീക്കർ സെക്ഷൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് മെൻറ്റർഷിപ്പോടുകൂടി നിങ്ങൾ ആ വീക്കർ സെക്ഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ലെവൽ വരുന്നത്. അടുത്ത ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടീസ് ഏരിയ ആണ്. അതായത് മോക്ക് ടെസ്റ്റുകളും PYQs ഒക്കെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് ലെവൽ വരുന്നത്. ഫോർത്ത് ലെവൽ എന്ന് പറയുന്നത് നമ്മളെ എക്സാമിലേക്ക് അല്ലെങ്കിൽ നമ്മളെ സെലക്ഷനിലേക്ക് എത്തിക്കുന്ന ഒരു മെയിൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ Tier 2 എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റൻസീവ് കോച്ചിങ് ആണ് നടക്കുന്നത്. അങ്ങനെ ഒരു 4 ലെവൽ ഒരു ഇൻറ്റൻസീവ് കോച്ചിങ് ആണ് നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ബാച്ചിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാച്ച് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നമ്മുടെ എക്സാം പ്രിപ്പറേഷൻസിനെ പറ്റിയിട്ടോ എക്സാമിനെ പറ്റിയിട്ടോ എന്ത് ഡീറ്റെയിൽസ് ഉണ്ട്, എന്ത് ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പറിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ നമ്പറിലേക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗൂഗിൾ ഫോം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. ആ ഫോമിലേക്ക് നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതുമാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ ഓക്കെ ആണല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.